ബേസിക്കലി എയർപോർട്ടിൻ്റെ ബാത്റൂംസ് ഒക്കെ അല്ലെങ്കിൽ ടോയ്ലറ്റ്സ് വാഷ് ഏരിയ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹെവി ട്രാഫിക് ഏരിയ ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഹെവി ട്രാഫിക് ആയിട്ടുള്ള പബ്ലിക് ബാത്റൂംസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും പോയിന്റുകളുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഹെവി ട്രാഫിക് അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഹൈജീൻ പാർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിലിംഗ്. പിന്നെ പ്രൈവസി. ഇപ്പം ഇതൊരു പ്രൈവസി എപ്പോഴും നമ്മളുടെ ടോയ്ലറ്റ് സ്പേസിലേക്ക് വരുമ്പം ഒന്ന് ഹൈജീൻ പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അതേപോലെ പ്രൈവസി, അതേപോലെ സേഫ്റ്റി ഫാക്ടേഴ്സും നമുക്ക് നോക്കണം. ഇപ്പൊ ഹൈജീനിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ആന്റി ബാക്ടീരിയൽ കൊറോണ ever since corona അതിൽ എസ്പെഷ്യലി I think is getting to the point where we have sensory taps എവിടെ ടച്ച് എത്ര അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന വാട്ട് എവർ സാനിറ്ററി ഫിറ്റിംഗ്സ് ഓർ ഡോസ് ഫോർ ദാറ്റ് മാറ്റർ എനിത്തിങ് എല്ലാം കഴിവതും എല്ലാം ഡോസ് വരെ അങ്ങനെ ചെയ്യുന്നുണ്ട്. വി ആർ ട്രൈയിങ് to bring more innovative products. സ്മാർട്ട് ഡോസ് ഒക്കെ വരുന്നുണ്ട്. സോ വി ആർ ട്രൈയിങ് ടു ബ്രിങ് ഇൻ ദീസ് തിങ്സ്. ബട്ട് എസ്പെഷ്യലി വെൻ കംസ് ടു ദ ടോയ്ലറ്റ് ഈ പറയുന്ന പോലെ ഹൈജീൻ ഒരു കീ ഫാക്ടറാണ്. പിന്നെ ഇപ്പം പല സാനിറ്ററി ഫിറ്റിംഗ്സിനാണെങ്കിലും ഈ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗസ് പ്രോപ്പർട്ടീസ് ഉള്ള ടോയ്ലറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്, റിപ്പ് ഫ്രീ സ്ട്രക്ചേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഫ്ലഷിംഗ് ടെക്നോളജി വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളൊരു ടിപ്പിക്കൽ ടോയ്ലറ്റ് കോൺസെപ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ടിപ്പിക്കൽ ബാത്റൂം കോൺസെപ്റ്റിൽ നിന്ന് എൻറ്റയർലി ടെക്നോളജി ഇപ്പം പുൾ ഔട്ട് ചെയ്തിട്ട് ഒത്തിരി പുതിയ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് ടോയ്ലറ്റുകൾ പോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.